ശശി തരൂർ ഏകദേശം 16,000 വോട്ടുകൾക്കാണ് തിരുവനന്തപുരത്ത് ജയിച്ചത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ശശി തരൂർ തോൽക്കുവാനുള്ള സാധ്യതയുണ്ട്, അദ്ദേഹം തോൽക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പഴയ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ സാധിക്കും. ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു റിസൾട്ട്. ഈ ലോക്സഭാ ഇലക്ഷന് 16,000 വോട്ടെന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്ന ചില പോയിന്റുകളുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു ശശി തരൂരിന് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം, അതായത് ഒരു എലൈറ്റ് കമ്മ്യൂണിറ്റിയും ഒരു മിഡിൽ ക്ലാസ്, അവരുടെ വോട്ടിനകത്ത് വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയാനുണ്ടായ കാരണം ശശി തരൂരിനെ കൊണ്ട് കഴിഞ്ഞ 3 പ്രാവശ്യം ജയിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അതേപോലെ തന്നെ ശശി തരൂര് തിരുവനന്തപുരം ജയിച്ചിട്ട് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വ്യക്തമായിട്ട് ഒരു യൂസ്ലെസ് ആയിരുന്നു എന്ന രീതിയിൽ പല തിരുവനന്തപുരത്തുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് പല ആൾക്കാരോടും പറയുമ്പോൾ പല ആളുകളും പറയും അങ്ങനല്ല, ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും, അങ്ങനെയാണ് അവരുടെ കാൽക്കുലേഷൻ എന്നൊക്കെ പല ആൾക്കാരും സുഹൃത്തുക്കളും എന്നോട് തർക്കിച്ചുകൊണ്ടിരുന്നു. അവസാനം നമ്മൾ കണ്ടതാണ് ഏകദേശം 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ ഒരു ഫോട്ടോ ഫിനിഷ് എന്ന് പറയുന്ന സംഭവം. ലോക്സഭയിൽ ഈ 16,000 വോട്ടൊന്നുമല്ല, കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഏത് സാഹചര്യത്തിലും മാറിപ്പോകാവുന്ന സംഭവമാണ്. കുറച്ചും കൂടെ രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, എൻ്റെ പോയിന്റാണ്, ഈ 16,000 ഒക്കെ ഓവർകം ചെയ്ത് 5,000, 6,000, 7,000 വോട്ടിന് ഈസി ആയിട്ട് രാജീവ് ചന്ദ്രശേഖരന് ജയിക്കാൻ സാധിക്കും. അപ്പോൾ ആളുകൾ പറയുന്നത് തിരുവനന്തപുരത്തുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ, അതായത് കോസ്റ്റൽ ബെൽറ്റിലുള്ള വോട്ടുകൾ ശശി തരൂരിന് അനുകൂലമായി, അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജയിക്കാനുണ്ടായ കാരണം. തെറ്റാണ്. അദ്ദേഹത്തിന് അവിടുത്തെ കോസ്റ്റൽ വോട്ട്, അതേപോലെ തന്നെ നാടാർ ക്രിസ്ത്യൻ വോട്ട്സ് പോയിരുന്നുവെങ്കിൽ, എൻ്റെ ചോദ്യമാണ്, ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം ഏകദേശം ഈ 1 ലക്ഷം അടുപ്പിച്ച് വന്നേനെ. അതെന്താണ് നിങ്ങൾ പറയാത്ത? കഴിഞ്ഞ പ്രാവശ്യം അയാളുടെ ഭൂരിപക്ഷം നോക്ക്, അതിനു മുമ്പുള്ള ഭൂരിപക്ഷം നോക്ക്. അതായത് ശശി തരൂരിന് മനസ്സിലായൊരു സംഭവമുണ്ട്, അയാളുടെ വോട്ടിൽ നിന്ന് ശരിക്കും ഈ സംഭവം ക്രൈസ്തവ വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. ഏതായാലും അത് പന്ന്യൻ രവീന്ദ്രന് പോയിട്ടില്ല. നമ്മൾ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ മനസ്സിലാക്കും. അത് പോയേക്കുന്ന എവിടെയാണ്? സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരനാണ് വോട്ട് പോയിരിക്കുന്നത്. ഇതാണ് സിമ്പിൾ. അല്ലായിരുന്നുവെങ്കിൽ ശശി തരൂർ ഒരിക്കലും 16,000 വോട്ടിനല്ല ജയിക്കേണ്ടത്. ഇതാദ്യം മനസ്സിലാക്കണം. ശശി തരൂരിന് അതേപോലെ സിറ്റി സൈഡുകളിൽ കിട്ടേണ്ട വോട്ടുകൾ, അതായത് അർബൻ ഏരിയയിൽ കിട്ടേണ്ട വോട്ടുകൾ നന്നേ ശശി തരൂരിൻ്റെ വോട്ട് സ്പ്ലിറ്റായിട്ട് പോയി. അതായത് വലിയൊരു ഭൂരിപക്ഷം, വലിയൊരു ശതമാനം രാജീവിന് അനുകൂലമായിട്ട് വോട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശശി തോൽക്കുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഈ ശശി ജയിക്കുവാൻ വേണ്ടി ശശി അവസാനം എല്ലാ രീതിയിലും പയറ്റുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു മിഡിൽ ക്ലാസ് ശരിക്കുമായിട്ടുള്ള തിരുവനന്തപുരത്തുകാർ രാജീവിന് വേണ്ടി വോട്ട് ചെയ്തു. അവർ വോട്ട് ചെയ്ത് പന്നിന് വേണ്ടിയല്ല വോട്ട് ചെയ്തേക്കുന്നത്. അവർ വോട്ട് ചെയ്തേക്കുന്നത് രാജീവിന് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശശി തരൂർ തുലാസിലായി പോയത്. ഇതാണ് അതിൻ്റെ ബേസിക്. അതായത് പറഞ്ഞു വരുന്നത്, തിരുവനന്തപുരത്തുള്ള കോസ്റ്റലിലുള്ള ക്രൈസ്തവരും മറ്റുള്ള ക്രൈസ്തവരും ഇപ്രാവശ്യം ശശി തരൂരിന് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. അപ്പം ചോദിക്കും, എങ്ങനെയാണ് ഈ 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ശശി തരൂർ ജയിച്ചത്? അതായത് ഈ കഴക്കൂട്ടം ആ ഭാഗത്തുള്ള ചില പോക്കറ്റിലുള്ള മുസ്ലിം വോട്ടുകൾ, അതായത് അവർ ചിലപ്പം CPM ചെയ്യുന്നവരാണ്, CPIക്ക് ചെയ്യുന്നവരാണ്, ഇടതുപക്ഷത്തിന് ചെയ്യുന്നത്, അവർ കൺസോളിഡേറ്റ് ആ വോട്ടുകൾ ഒറ്റയായിട്ട് ശശി തരൂരിന് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് 16,000 വോട്ടിന് ശശി തരൂർ ജയിക്കുന്നത്. അതായത് ശശി തരൂരിനെ ഇപ്രാവശ്യം തിരുവനന്തപുരം ജയിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം വോട്ടുകളാണ്. കാരണം രാജീവ് ജയിക്കരുത് എന്നും പറഞ്ഞ് അവിടെയുള്ള മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് ശശി തരൂരിന് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ 16,000 എന്ന് പറയുന്നത് നൂൽപാലത്തിൽ കൂടെ ശശി ജയിക്കുന്നത്.
ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രം. തിരുവനന്തപുരത്തുണ്ടായ ഇലക്ഷൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ ശശി തരൂർ ചിലപ്പം അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം എന്ത് പോസ്റ്റാണ് കോൺഗ്രസ് കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു കുന്തം ഉണ്ടാകാൻ പോകുന്നില്ല. 4ാമത്തെ ടൈമും അദ്ദേഹം കഴിയുന്നു. അത് 4ാമത്തെ ടൈമും കഴിഞ്ഞ് 5ാമത്തെ ടൈമിലോട്ട് പോകുന്നു. തിരുവനന്തപുരത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അത് സ്പഷ്ടമായിട്ടങ്ങ് പറയാം.